ഒരാൾ പ്രാർത്ഥിക്കുന്നു, ആ ദുആയുടെ ബാഹ്യമായ വചനങ്ങൾ അവിടെയുള്ള ജനം കേൾക്കുന്നുണ്ട്. അവിടെ ഓലൊക്കെ ദുആ കേൾക്കുന്ന ഒരാൾ പറയാൻ പറ്റുമോ? എന്നെ ഇന്നക്ക് അന്തെന്ന് ഒന്നും കൂടി ഉറപ്പിച്ചു. ഇന്നക്ക് അന്ത സമയം ഉണ്ടെങ്കിൽ നീ തന്നെയാകുന്ന സമയം എന്നർത്ഥം വന്നു. അത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞെടുത്താൽ എന്താ പറയാ, പറയാത്തോട് നമുക്ക് എന്താ പറയാൻ പറ്റൂല. പക്ഷെ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേണമെങ്കിൽ എന്ത് പറയാം, ഇന്നക്ക അന്തസമീർ എന്ന് പറയാം, നീ മാത്രമാകുന്നു സമയം. ഒന്നുകൂടി ഉറപ്പിച്ചു. അപ്പൊ ഇന്നക്ക തീർച്ചയായും നീ, പിന്നെ അന്ത പറഞ്ഞു. അതെന്തിനാണ്? ഒന്നും കൂടെ സ്ഥാപിക്കാൻ. അത് ഖുർആനിൽ സ്ഥിരം ശൈലിയാണത്. ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലായിക്ക അവർ, ഹും അവർ തന്നെയാണ് അൽ മുഫ്ലിഹൂൻ. അവിടെ ഹും നോർക്ക് എന്തിനാണ്? തൗക്കീദ്, ഉറപ്പിക്കുക. ഇന്ന പോലെ ഇന്നക്ക തീർച്ചയായും നീ, അന്ത നീ തന്നെയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഇന്നാ തീർച്ചയായും നാം, നഹ്നു നാം തന്നെയാണ്, നസ്സൽന നാം തന്നെയാണ് ഇറക്കിയത്. 3 പ്രാവശ്യം നാം എന്ന് പറഞ്ഞു. അതൊക്കെ തൗക്കീദിന്റെ ശൈലി, ഉറപ്പിക്കാനുള്ള ശൈലികളാണ്. ഇല്ലല്ല, ഖുർആനിലൂടെ ഇന്നക്ക സമീഉ ദുആ എന്നാണ് അവിടെ വന്നത്. അപ്പം ഏതായാലും ദുആ കേൾക്കുന്ന അല്ലാഹു തആല മാത്രം. എന്നാൽ ദുആയുടെ ലഫ്ള്, ദുആന്റെ പദങ്ങൾ അത് ചെവി കേൾക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാൻ പറ്റിയേക്കാം. ഖത്തീബ് മുഹമ്മദ് വായിക്കുന്നത് താഴത്തേക്ക് എല്ലാവരും കേട്ടിട്ട് ആമീൻ പറയുന്നത്, അതുപോലെയൊക്കെ ദുആ കേൾക്കുന്നവരാണ് എന്ന് പറയുമോ? ആ ദുആയുടെ ബാഹ്യമായ ലഫ്ളാണ് അവർ കേൾക്കുന്നത്. അയാൾക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ, അയാൾ ആത്മാർത്ഥമായി ദുആ ചെയ്താണോ അല്ലേ, അതൊന്നും ആമീൻ പറയുന്ന മനുഷ്യന്മാരെ പറ്റി ബാധകമല്ല. ഇനി ഈ ലഫ്ളല്ല ദുആ. സംസാരിക്കാൻ കഴിയാത്തത് നോക്കണില്ലേ? സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്. കൈ പൊന്നിച്ചു, അവിടെ ദുആ ആയിക്കോളുന്നില്ല. ഓരോ ഉള്ളിൽ മറ്റു താല്പര്യങ്ങളാണെങ്കിൽ അത് ദുആ അല്ല. അപ്പൊ ഖൽബിന്റെ തേട്ടമാണ് യഥാർത്ഥത്തിൽ ദുആ. അല്ലാതെ ആ ഉപയോഗിക്കുന്ന വാക്കോ അതിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങളോ അതുകൊണ്ട് മാത്രം ഒരു സംഗതി ദുആ ആവൂല. ഒരു ലഫ്ള് ഉപയോഗിച്ചു അവർ ദുആ ആകുമോ? ഇല്ല. സാധാരണ നമ്മുടെ നാട്ടിൽ മൂലമല പറയുന്നുണ്ട്, ഇപ്പോൾ അള്ളാഹോട് പറഞ്ഞ അതേ വാക്ക് അല്ലാത്തോട് പറഞ്ഞ ഖുർആനിൽ കാണാൻ പറ്റും, അതേ പദങ്ങൾ. ഇപ്പം ആമിന റസൂല് അപ്പന പിന്നെ എന്താണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് പറയുന്നു. അൽ കഹ്ഫ് സൂറത്തിൽ വലാ തുആഖിദ്നി ബിമാ നസീതു, മൂസാ നബി ഖിദ്ർ നബിയോട് പറയുന്നു, വലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ പിടികൂടി നടപടി സ്വീകരിക്കരുത്. അത് ആദ്യം ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നോട് നമ്മൾ കരാറാണ്, എൻ്റെ ഒപ്പം കൂടിയാ ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, മറന്നു ചോദിച്ചതാണ്, ഒരു മറവി സംഭവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കരുത്. അല്ലാഹു പറഞ്ഞു, റബ്ബേ ലാ തുആഖിദ്നാ ഇൻ നസീനാ, റബ്ബേ ഞങ്ങൾ മറന്നാൽ നീ ഞങ്ങളെ പിടികൂടരുതേ. അപ്പം ഇത് രണ്ടും ഒന്നല്ലേ? അവിടെ ആ പദമാണ്. പക്ഷെ ആ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ദുആ ആകുന്നത് അല്ല. ആ ദുആൻ്റെ ഉള്ള വിശ്വാസവും അതിലുള്ള മനോഭാവവും ഒക്കെ തന്നെയാണ് സംഗതിയെ ദുആ ആക്കി